ദൈവിക സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു പുതുവർഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരുന്നു. ഈ പുതുവർഷം അനുഗ്രഹമായി തീരുവാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? 1 സദൃശ്യവാക്യം 3:5-6 പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നിനക്ക് തന്നെ വലിയവനാണെന്ന് തോന്നാതിരിക്കുകയും പൂർണ്ണമായി കാര്യവും വ്യവഹാരവും ദൈവത്തെ ഏൽപ്പിക്കുകയും ചെയ്യുക. 2 ആവർത്തന പുസ്തകം 31 അധ്യായം അതിൻ്റെ 8 വാക്യം. ദൈവം നിനക്ക് മുമ്പായി പോകും, അവൻ ഒരിക്കലും നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. പലപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നാം മുന്നിട്ടിറങ്ങാറുണ്ട്. എന്നാൽ ഈ പുതുവർഷം ദൈവസന്നിധിയിൽ ഇങ്ങനെ ചിന്തിക്കുക: ദൈവം എനിക്ക് മുൻപായി പോകും, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം വരുത്തും. 3 ഫിലിപ്പിയ ലേഖനം വളരെ വ്യക്തമായി പറയുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വേളകളിലും കർത്താവിൽ സന്തോഷിക്കുവാൻ, സ്വന്തം വിവേകത്തിൽ ഊന്നാതിരിക്കുവാൻ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ നാം ഒരുങ്ങുകയും നമ്മെ തന്നെ ഒരുക്കുകയും നമ്മുടെ മനസ്സ് അതിനുവേണ്ടി ക്രമീകരിക്കുകയും ചെയ്യുക. അങ്ങനെ നാം ഒരുങ്ങുമ്പോൾ ദൈവവചനം പറയുകയാണ്: ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുവാനിടയായിത്തീരും. അതെ, 2026 എന്ന ഒരു പുതുവർഷം നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ വർഷത്തിൽ ഒരു കാര്യം നാം ഇങ്ങനെ ചിന്തിക്കുക: ദൈവത്തിന് എന്നെക്കുറിച്ച് മേൽത്തരമായ ഒരു പ്ലാനുണ്ട്. ഞാൻ വിചാരിച്ചതുകൊണ്ട്, കണക്ക് കൂട്ടിയതുകൊണ്ട്, ഓടിയതുകൊണ്ട്, അധ്വാനിച്ചതുകൊണ്ട് ഒന്നും കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവഹിതം നടത്തേണ്ടതിനായി ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ദൈവഹിതം നടക്കട്ടെ എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വയ്ക്കാം. അനുഗ്രഹവും സമൃദ്ധിയും ആശ്വാസവും നിറഞ്ഞ ഒരു പുതുവർഷം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.